ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, താമര പോലെ തന്നെയാണ് ചക്ക എന്ന സാധനം. അത് ഒരുപാട് ട്രോളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല. അത് ഞാനൊരു അമ്പലത്തിൽ ഇതേപോലെ അന്നദാനത്തിന് പോയ സമയത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മ എല്ലാവരും ഒരുപാട് പേരുടെ ഇടയിൽ ഒരു അപ്പൂപ്പൻ പെട്ടെന്ന് പറഞ്ഞു, നീ വോട്ട് ചോദിക്കണത് അഭിനയിച്ചുകൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിച്ച് കളിയാക്കിയപ്പോൾ അടുത്തിരിക്കണ അമ്മൂമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ പറയല്ലേ, പാവം മോളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ചിഹ്നം മാറിയതിനാണോ കുഴപ്പമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര തന്നെയല്ലേ ചക്ക, ഞങ്ങൾക്കറിയാം. ചക്ക ഇനിയിപ്പോൾ തുറന്നു നോക്കിയാൽ താമര പോലെയല്ലേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഞാനത് മീഡിയയിൽ പറഞ്ഞത്. പക്ഷെ അത് അവസാനം ഞാൻ പറഞ്ഞതും എൻ്റെ ആശയം പോലെ ആക്കി. അതൊന്നും സാരമില്ല. അതൊക്കെ നെഗറ്റീവ് ഒക്കെ PR-കളായിട്ട് അതെല്ലാം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. കുറേയും കൂടെ എൻ്റെ ചിഹ്നം പബ്ലിസിറ്റിയിലേക്ക് ആയല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ശരിക്കും ജനങ്ങൾ പാർട്ടിക്കാണോ അതോ അഞ്ജലിക്കാണോ വോട്ട് ചെയ്യേണ്ടത്? എനിക്കല്ല വോട്ട് തരേണ്ടത്. ഞാനത് പറയുന്നൊരു കാര്യമാണ് എല്ലായിടത്തും പോകുമ്പോൾ. നമ്മുടെ പാർട്ടിയാണ് ജയിക്കേണ്ടത്, പാർട്ടിയെയാണ് കാണേണ്ടത്. പാർട്ടിയിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കേണ്ടത്. വികസനങ്ങളാണെങ്കിലും മറ്റെല്ലാ പദ്ധതികളും എല്ലാം 2020 ശക്തിയിൽ നിന്നും BJPയുടെ ശക്തിയിൽ നിന്നും എല്ലാം നമ്മൾ കേന്ദ്രീകരിച്ച് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാനൊരു നിയോഗം മാത്രമാണ്. അപ്പോൾ എൻ്റെ പേരിൽ എൻ്റെ ചിഹ്നം ചക്ക എന്ന അടയാളത്തിൽ വോട്ട് ചെയ്യാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതും ഞങ്ങളുടെ പാർട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു സിനിമാ നടി എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല സ്വീകാര്യമാണ്. ഒരുപക്ഷെ ഞാൻ ചെയ്ത സിനിമയിലെ റോളുകളാവാം, അവരുടെ ഒരു വീട്ടിലെ കുട്ടി എന്ന രീതിയിലാണ് എന്നെ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളത്. അത് ഈ ഒരു മേഖലയിൽ വന്നപ്പോഴും എല്ലാവരിലേക്ക് എത്തുമ്പം അവരിലൊരാളായിട്ട്, സിനിമാ നടിയായിട്ട് ഒട്ടും തോന്നാത്ത രീതിയിൽ അവരിലൊരാളായിട്ട് തോന്നണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലാണ് ഞാൻ അവരോടൊപ്പമൊക്കെ ഉള്ളത്. എല്ലാവരും സംസാരിച്ചു. ആദ്യത്തെ ദിവസമേ പ്രസ് റിലീസ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ സുരേഷ് ചേട്ടൻ ആശംസകൾ അറിയിച്ചു, ദിലീപ് ഏട്ടൻ അറിയിച്ചു, ശ്വേത ചേച്ചി അറിയിച്ചു, ജയൻ ചേർത്തല ചേട്ടൻ അറിയിച്ചു. ഒരുപാട് പേര്, അമ്മ സംഘടനയിൽ നിന്ന് ഒരുപാട് പേര്, അതേപോലെ സുഹൃത്തുക്കൾ, കുടുംബത്തിലുള്ളവർ, എല്ലാവരും ഒരുപാട് പേര്. എനിക്ക് ഇപ്പോഴും പല മെസ്സേജുകൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പല മിസ് കോളുകളിലേക്കും തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ക്ഷണവേഗത്തിൽ പിന്നെ നമ്മൾ പ്രചരണത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സിനിമാ മേഖലയിൽ നാലിലും പ്രചരണത്തിലേക്ക് വരുന്നുണ്ടോ? അറിയില്ല ആരൊക്കെ വരും എന്നുള്ളത്. കാരണം എല്ലാവരും ഓരോ പല സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങുകളും മറ്റുമൊക്കെ ആയിട്ട് തിരക്കാണല്ലോ. പിന്നെ എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളുണ്ട്. നോക്കും, പരമാവധി നോക്കും. പക്ഷെ അവരുടെ ബുദ്ധിമുട്ടനുസരിച്ച് നമ്മൾ വന്നില്ലെങ്കിലും സന്തോഷം തന്നെയാണ്. അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ചൂടൊക്കെ അല്ലേ ഇലക്ഷനായിട്ട്. അപ്പൊ ഈ ഒരു നായകനെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യം വിലപ്പെട്ട ഒരു ഘടകമല്ലേ. എന്നെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ 99 സിനിമകളിലും മേക്കപ്പ് ഡൾ മേക്കപ്പാണ് എൻ്റെ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മേക്കപ്പുകാർക്ക് എൻ്റെ അടുത്ത് വരേണ്ടി വരില്ല. അത്യാവശ്യം നന്നായിട്ട് ഡള്ളായിട്ടുണ്ട്. ദൃശ്യത്തിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, ഡൾ മേക്കപ്പാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ ബോദർ ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം ചേച്ചി തെരഞ്ഞെടുപ്പാണ്, നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. 2 പെൺമക്കളാണ്, 2 കുട്ടികളാണ്. അപ്പൊ അവരെ നോക്കണം എന്നുള്ളൊരു. തീർച്ചയായിട്ടും എൻ്റെ അമ്മ അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സമാധാനത്തിലിരിക്കുന്നത്. പക്ഷെ അവർ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10-10:30 ഞാൻ ഓടി വീട്ടിലെത്താറുണ്ട്. പിന്നെ ഒരു 2 മണിക്കൂർ മോള് നമ്മുടെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് കിടക്കാറ്. അപ്പം അതുകൊണ്ട് പരമാവധി മക്കൾ 2 പേരും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.